നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ചധികം സാധനങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അച്ചാറാണ്. അതിൻ്റെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ നമ്മളെടുത്ത് മാറ്റി എണ്ണയൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഓക്കെ ആയിരുന്നേ. അപ്പോൾ ആ ഒരു പാത്രമൊക്കെ ഞാനൊന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബൂസ്റ്റ് കവറിലുള്ളതാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ഉണ്ടായിരുന്നു, അല്ലാത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എല്ലാം നമ്മൾ പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് അതൊക്കെ നന്നായിട്ട് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേ ചെമ്മീൻ, നാട്ടിലെ നല്ല അടിപൊളി ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം പോലും കളയാതെ മൊത്തം എടുത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏലക്ക, പിന്നെ നങ്കാണ് കേട്ടോ ഇത്. അത് ഞാൻ നന്നായിട്ടൊരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കാറുള്ളത്. അതുപോലെ തന്നെ കൊടംപുളി, പിന്നെ ഇച്ചുകൂട്ടം സഹായിക്കാനെന്നും പറഞ്ഞ് വന്ന് ഇരട്ടി പണിയാണ് കേട്ടോ എനിക്ക് തരുന്നത്. അതിന് വഴക്ക് പറഞ്ഞതിൻ്റെ പിണങ്ങിയൊക്കെ നിൽക്കുകയാണ്. പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഓക്കെ ആയിട്ടോ. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അടുക്കളയിലേക്ക് വന്നു. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തു തരാനും ഒക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അവന് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.